അവരുടെ വെല്ലുവിളിക്ക് ഒരു മറുപടി കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഊളകളായി പോലെ. അതിന് മറുപടി 2 മാസം മുമ്പ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനം അങ്ങേക്ക് അറിയാലോ. എനിക്കറിയാം, എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഈ തന്ത്രിയെ പിടിച്ച് അകത്തിടണമെന്നും തന്ത്രി ചെയ്ത കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞത് ഞാൻ തന്നെയാ. അടുത്തത് നമ്മളെ തന്ത്രി അറസ്റ്റ് ചെയ്തതിന്റെ അന്നത്തെ എന്റെ ലൈവില് വ്യക്തമായിട്ട് കർണാടകയിലുള്ള മധ്യരാജാവിന് കൊടുത്തത് ചെറിയ കോടികളല്ല, അവിടുന്ന് മേളിന്ന് താഴിക കുടം അടക്കം എന്തൊക്കെ എടുത്തോണ്ട് പോയെന്നുള്ളത് നിങ്ങൾക്കറിയോ? നമ്മളാണത് പുറത്തു കൊണ്ടുവന്നത്. നമ്മളെയാണോ നിങ്ങൾ അന്ധവിശ്വാസികൾ എന്ന് പറയുന്നത്? ശരി, ഒരു സെക്കൻഡ്. ഒരു ചോദ്യം ചോദിച്ചു, മലയൊടിച്ചു പോയപ്പോ എന്തുകൊണ്ട് ഞങ്ങൾ പ്രവചിച്ചില്ല? തീർച്ചയായിട്ടും അതിന്റെ പ്രാന്തപ്രദേശത്ത് ചുമ്മാ വെറുതെ കിടന്ന് ഞാൻ അങ്ങോട്ട് വരാം. ഒരു സാമ്രാജ്യം ചോദ്യം. ഇതിലെ ചലഞ്ചോ ഒന്നുമല്ല, ഒരു റിക്വസ്റ്റ് ആണ്. ഏറ്റവും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത ഏറ്റവും വലിയ തമ്മിൽ ഈ ഫ്ലോറിൽ എന്റെ വിശ്വാസം ശ്രീകണ്ഠൻ സാർ തരുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ചീഫ് പരാജയപ്പെടണം. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല? ഒരിക്കലും പറ്റില്ല, തീർച്ചയാണ്. ഞാനൊരു വെല്ലുവിളി തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നു. അതാണ് ഒരു സദസ് ഇവിടെ ഒരിക്കലും അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. സാറിനോട് സദസ് അത് അങ്ങയോടാ സാറിനോട് അങ്ങാണ് വെല്ലുവിളിച്ചത്. ഒരു സെക്കൻഡ്, നിങ്ങൾ അന്നിവിടെ ഉണ്ടാവണം. ഞാൻ വരും. ദേവപ്രശ്നം ഇതേ ഫ്ലോറിൽ വെച്ച് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ട്, സാറിനോട് ഞങ്ങൾ ഇവിടെ വരും. ഞാൻ ഒരുക്കി തരാം. തെളിയിച്ചിരിക്കും. ഉത്തരം പറയേണ്ടത് സാറാണ്. തോറ്റോടരുത്. നമുക്ക് ദിവസം തീരുമാനിക്കാം. ഞാൻ സമ്മതിച്ചു എന്ന് മാത്രമല്ല, SITയുടെ ചീഫിനെ നമ്മൾ വിളിക്കും. ഒരു സെക്കൻഡ് ചോദിച്ചോ. ഒരു സെക്കൻഡ്, എന്റെ ഒരു തിരുത്തും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ പോലീസിനെ തട്ടി അകത്താക്കും. ഒരു സെക്കൻഡ്, അതായത് SIT ചീഫിനെ ഒരു സെക്കൻഡ്, പക്ഷേ എനിക്കൊരു സെക്കൻഡ് തരൂ. SIT ചീഫ് കേട്ടോ, SIT ചീഫിനെ നമ്മൾ ക്ഷണിക്കും. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ വരും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ തുട്ടെത്രാന്ന് ചോദിക്കട്ടെ. സെക്കൻഡ്, ഇത് ഇങ്ങനെ ഒരു ദേവപ്രശ്നം അതിന് എന്ത് ചെലവ് വരും? എത്ര രൂപ? ദേവപ്രശ്നത്തിന് പ്രത്യേകിച്ച് ചെലവുള്ള ഒരു കാര്യമല്ല. ഒരു പൈസയും ചെലവില്ല. ദക്ഷിണ വല്ലതും കൊടുക്കാം, അല്ലാതെ ചെലവുള്ള കാര്യമല്ല.